إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 59-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു ഫഖലഫ മിൻ ബഅദിഹിം അവർക്ക് ശേഷം ചില പിൻഗാമികൾ വന്നു ഖൽഫുൻ ചില പിൻഗാമികൾ അല്ലാഹു സ്വലാഹ് അവർ നമസ്കാരം ഉപേക്ഷിക്കുന്നവരായിരുന്നു വത്തബഉ ശഹവാത്ത് അവർ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരുമായിരുന്നു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ശേഷം കുറച്ച് ദുർജനങ്ങൾ വന്നു. ഈ അമ്പിയാക്കളുടെ തുടർച്ചയായി പിന്നീട് വന്ന ചില സമുദായങ്ങൾ, ചില ദുഷ്ടന്മാരായ ദുർജനങ്ങൾ വന്നു. അവർ നമസ്കാരം ഉപേക്ഷിക്കുകയും അങ്ങനെ സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റുന്നവരുമായി മാറി. അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവർ, സ്വന്തം മനസ്സെന്ത് കൽപ്പിക്കുന്നു അതനുസരിച്ചുകൊണ്ട് ദുർമാർഗത്തിലേക്കും ദുഷ്ടമാർഗത്തിലേക്കും അവർ വഴിപിഴച്ചുപോയി എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെ അവർ കണ്ടുമുട്ടും, പിന്നീട് അവർ കണ്ടുമുട്ടും. ദുർമാർഗം കണ്ടുമുട്ടും എന്ന് പറഞ്ഞാൽ ദുർമാർഗത്തിലായി കൊണ്ടാണ് അവർ ഈ ലോകത്തിൽ ജീവിക്കുക. അങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ വളരെയധികം അദാബിന്റെ ശിക്ഷയുടെ നരകമായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതിന്റെ പൊരുൾ. പിന്നീട് അവർ ദുർമാർഗം കണ്ടെത്തുക തന്നെ ചെയ്യും. നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ് ഈ ആയത്തിൽ കൂടി വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, നമസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാണ്. ഒരു നരകാവകാശിയായ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറച്ച കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ ചില തെറ്റുകളുടെ പേരിൽ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ അയാൾ ആ സുജൂദിന്റെ അവയവങ്ങൾ അദ്ദേഹത്തിന്റെ നരകത്തിൽ അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. സുജൂദിന്റെ അവയവമായ നെറ്റി നരകം സ്പർശിക്കില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ, സൂക്ഷ്മതയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞത് സുജൂദിൽ നാം വെക്കുന്ന 7 അവയവങ്ങളും അയാളിന് നരകം സ്പർശിക്കുകയില്ല, നരകത്തിൽ നിന്നും അയാൾക്ക് കാവൽ നൽകും, രക്ഷ നൽകും എന്നാണ്. അത്രയും പ്രധാനമുണ്ട് നമസ്കാരത്തിന്. നിങ്ങൾ ഓർക്കണം, ഈ നമസ്കാരമാണ് നമ്മെ രക്ഷിക്കുന്നത്. അതാണ് നമുക്ക് നരകത്തിൽ പോലും, നരകാവകാശികളിൽ പോലും ഒരു രക്ഷകനായി നമസ്കാരം വരും എന്നാണ് ഇത്തരം ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.